Hello students, welcome to Lit Loom. അപ്പോൾ VHSC NVT ഇംഗ്ലീഷിൻ്റെ സിലബസിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ലഭിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ സിലബസിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഈ വീഡിയോയിൽ കൂടെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാനലിൽ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. നിങ്ങൾക്ക് കോച്ചിങ്ങിനൊന്നും പോവാതെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലായിരിക്കും ഇത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. Detailed syllabus for the post of non-vocational teacher in English, senior Kerala vocational higher secondary education. അപ്പോൾ ടോട്ടൽ എക്സാം 100 മാർക്കിലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ നോൺ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം മൊഡ്യൂൾ 1 ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th സെഞ്ച്വറി. അപ്പം 40 മാർക്കിന് എന്തൊക്കെയാണ് ഇനി ചോദിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ ഡീറ്റെയിൽഡ് സ്റ്റഡി, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഏതൊക്കെ വർക്ക്സ് ഏതൊക്കെ ഓതറിൻ്റെ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഷേക്സ്പിയറിൻ്റെ ഒക്കെ വരുമ്പോൾ നോക്കേണ്ടതായിട്ടുള്ള 12th നൈറ്റ്, ഹാംലെറ്റ്, സോണറ്റ് നമ്പർ 18, 30, 116. അപ്പോൾ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വായിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക സിലബസ്. പിന്നെ വരുന്നത് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, ബൈറൺ, ടെനിസൺ, മാത്യു അർണോൾഡ്, റോബർട്ട് ബ്രൗണിംഗ്, ജിം ഹോപ്കിൻസ്, തോമസ് ഡിക്വൻസി, ചാൾസ് ലാം, ഓസ്കാർ വൈൽഡ്. അപ്പോൾ ഇവരുടെയൊക്കെ ഏത് വർക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നത് മൊഡ്യൂൾ 4 ആണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് വായിച്ചു വിടുക. അപ്പം മൊത്തത്തിലൊരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവും എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത്. പിന്നെ 5th മൊഡ്യൂൾ 20th സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫോർ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അതിനണ്ടറിൽ വരുന്ന ഓരോ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 6 ആണ്, നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി. മൊഡ്യൂൾ 7 അതിലെ ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്ന വർക്ക്സ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കാം, മനസ്സിലാക്കാം. പിന്നീടുള്ള നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി മൊഡ്യൂൾ 8 ആണ്. ഇനി വരുന്നത് മൊഡ്യൂൾ 9. ഇവിടെ തൊട്ടുള്ളത് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. അമേരിക്കൻ ലിറ്ററേച്ചർ ഇതിൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തേണ്ട വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 11ലേക്ക് വരുമ്പോഴത്തേക്കിനും സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഈ ഒരു മൊഡ്യൂളാണ്. അതിൽ വരുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു വരണം. പിന്നീട് മൊഡ്യൂൾ 12 അതിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ലേണിംഗ് തിയറീസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആ മൊഡ്യൂൾ വരുന്നത്. പിന്നീടുള്ള മൊഡ്യൂൾ 13 ഇതിൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. അപ്പം നിങ്ങൾക്ക് ടഫാന്ന് തോന്നുന്ന മൊഡ്യൂൾസ് ഒക്കെ ആദ്യമേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 13 വരുന്നത്. ഇത് മൊഡ്യൂൾ 30യുടെ ബാക്കിയാണ്. ഇനി നിങ്ങളുടെ പാർട്ട് 2 ആണ്. ഇത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച അത്രയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. പാർട്ട് 2 വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്കിന് ചോദിക്കും. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്കിൻ്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ്. ഇത് പാർട്ട് 3 ആണ്. 5 മാർക്കിൻ്റെ ഉണ്ടാവും, പക്ഷേ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നീട് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, അത് 5 മാർക്കിൻ്റെ ഉണ്ട് പഠിക്കാനായിട്ട്. പിന്നീട് പാർട്ട് 4 കേരള റിനൈസൻസ് 5 മാർക്കിനാണ് ആ ഭാഗവും ചോദിക്കുന്നത്. വായിച്ചു വിടുക നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. കുറേ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് അതിൽ വരുന്നുണ്ട്. പിന്നീട് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട് വരുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, പിന്നെ ലിറ്ററേച്ചറിൻ്റെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, പിന്നെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. പിന്നീട് നോക്കുമ്പോൾ റിനൈസൻസ് ലീഡേഴ്സിൻ്റെ ഒരുപാട് ലീഡേഴ്സിൻ്റെ ലിസ്റ്റ് ഇതിലുണ്ട്. അപ്പോൾ ഇവരെ പറ്റി എല്ലാം നമ്മൾ പഠിച്ചു പോവേണ്ടതാണ്. പിന്നെ ലിറ്റററി ഫിഗേഴ്സ്, കുറച്ചധികം ലിറ്റററി ഫിഗേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോവേണ്ടത് തന്നെയാണ്. പിന്നീട് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതിൽ നിന്ന് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്നും ഈ പറയുന്ന പാർട്ട് 2, 3 ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഈ സിലബസിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്
എക്സാമിന് പാസ്സാകുന്ന ആളുടെ ഒരു അറിവ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പം ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് നമുക്ക് തന്നു, നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്.